യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങളുടെ മുൻകൈയിൽ വൻ പദ്ധതി ഒരുങ്ങുന്നു. കപ്പലുകൾക്ക് യുദ്ധക്കപ്പലുകളുടെ അകമ്പടി നൽകുന്ന പദ്ധതിയാണ് പുരോഗമിക്കുന്നത്. ഫ്രാൻസും ബ്രിട്ടനുമാണ് ഈ പദ്ധതിയുടെ സൂത്രധാരന്മാർ. നേരത്തെ തന്നെ ഈ പദ്ധതി ആലോചിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ യുദ്ധത്തിൽ പങ്കുചേരാൻ പ്രസിഡന്റ് ട്രംപ് പലതവണ ആവശ്യപ്പെട്ടിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. യുദ്ധത്തിന് മുൻപ് യൂറോപ്യൻ നേതാക്കളെ അവഗണിക്കാൻ ശ്രമിച്ച ട്രംപ് പിന്നീട് സഹായം തേടുകയായിരുന്നു. ഈ ചർച്ചകളോട് അനുകൂലമായി പ്രതികരിക്കാതിരുന്ന യൂറോപ്യൻ നേതാക്കൾ ഇപ്പോൾ യുദ്ധാനന്തര സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള രഹസ്യ ചർച്ചകൾ തുടരുകയാണ്. യുദ്ധം തീർന്നാൽ ഇറാന്റെ തീരപ്രദേശത്തെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പേർഷ്യൻ ഗൾഫിന്റെ കവാടമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 1/5 ഭാഗവും കടന്നുപോകുന്നത് ഈ പാതയിലൂടെയാണ്. യുദ്ധം അവസാനിച്ചാൽ ഈ കപ്പൽ പാതയിലൂടെയുള്ള ഗതാഗതം സംരക്ഷിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് യൂറോപ്യൻ നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനായി പുറംലോകം അറിയാതെ കരുനീക്കങ്ങൾ നീക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. എണ്ണക്കപ്പലുകൾക്കും മറ്റ് ചരക്ക് കപ്പലുകൾക്കും അകമ്പടിയായി യുദ്ധക്കപ്പലുകൾ അയക്കുക, ആവശ്യമെങ്കിൽ യുദ്ധക്കപ്പലുകളിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിടുക, ആശങ്കാകുലരായ ഷിപ്പിംഗ് കമ്പനികൾക്കും ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ സൈനിക ശക്തി പരസ്യമായി പ്രദർശിപ്പിക്കുക തുടങ്ങിയ സാധ്യതകളാണ് യൂറോപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത്. ചർച്ചകളിൽ 35 രാജ്യങ്ങൾ പങ്കുചേരുന്നതായി വ്യാഴാഴ്ച ഫ്രാൻസ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിനായി സഖ്യകക്ഷികളുമായും വാണിജ്യ കപ്പൽ വ്യവസായ സ്ഥാപനങ്ങളുമായും പ്രായോഗിക പദ്ധതി തയ്യാറാക്കാൻ ശ്രമിക്കുകയാണെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ബഹ്റൈൻ, UAE തുടങ്ങിയ നാറ്റോ ഇതര രാജ്യങ്ങളും ഈ നീക്കത്തിന്റെ ഭാഗമാണ്. അതേസമയം ഇറാനുമായുള്ള സമാധാന കരാറിന് ഹോർമൂസ് കടലിടുക്ക് എണ്ണ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശന നിർദ്ദേശം നൽകി. മിയാമിയിൽ നടന്ന നിക്ഷേപ ഫോറത്തിൽ സംസാരിക്കവേ തന്ത്രപ്രധാനമായ ഈ ജലപാതയെ ട്രംപിന്റെ കടലിടുക്ക് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. വലിയ ചർച്ചകൾക്ക് അത് വഴി തുറന്നു. തന്റെ പരാമർശം ഒരു പിശകാണെന്ന് പിന്നീട് തിരുത്തിയെങ്കിലും അമേരിക്കയിലെ പ്രമുഖ കെട്ടിടങ്ങൾക്ക് സ്വന്തം പേര് നൽകുന്ന ട്രംപിന്റെ ശൈലി ഈ പ്രസ്താവനയിലും പ്രതിഫലിച്ചു. ഒരു മാസമായി തുടരുന്ന യുദ്ധത്തിൽ ഇറാന്റെ നാവിക വ്യോമസേനകൾക്കും ആണവ പദ്ധതിക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ നിലവിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നുകൊടുക്കാതെ കരാർ സാധ്യമാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെക്സിക്കൻ ഉൾക്കടലിനെ അമേരിക്കൻ ഉൾക്കടൽ എന്ന് പുനർനാമകരണം ചെയ്ത മാതൃകയിൽ ഇറാന്റെ എണ്ണ സമ്പത്തിന് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും ഒരു പോംവഴിയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം സ്തംഭിച്ചത് ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട്. കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ സ്ഥിരമായ ട്രോളിംഗ് സിസ്റ്റം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആശങ്ക പ്രകടിപ്പിച്ചു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ പാതയുടെ നിയന്ത്രണം വീണ്ടെടുക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അതീവ നിർണായകമാണ്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണമാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത്. ഈ ആക്രമണത്തിൽ 10 അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. ഇതിനു പുറമെ യമനിലെ ഹൂതികൾ കൂടി ഇറാന് പിന്തുണയുമായി രംഗത്തെത്തി. ഇത് മേഖലയെ വലിയൊരു യുദ്ധഭീതിയിലേക്കാണ് നയിക്കുന്നത്. ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും അമേരിക്കൻ സൈന്യത്തിന്റെ ഈ വമ്പൻ നീക്കം ഇറാനുമേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ജപ്പാനിൽ വിന്യസിച്ചിരിക്കുന്ന USS ട്രിപ്പോളി എന്ന അത്യാധുനിക യുദ്ധക്കപ്പൽ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇറാൻ ദൌത്യത്തിനായി മേഖലയിൽ എത്തിച്ചേർന്നു. 2500 മറീനുകൾ ഉൾപ്പെടെ 3500-ലധികം സേനാംഗങ്ങളും അത്യാധുനിക F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളും ഈ കപ്പലിലുണ്ട്. കരയിലും കടലിലും ഒരുപോലെ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് USS ട്രിപ്പോളി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.